ഹലോ ഗായ്സ്, എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ്? ആർക്കൊക്കെയാണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് കിട്ടുന്നത്? അതുപോലെ തന്നെ ഈ ഒരു വിസയിൽ നമുക്ക് എത്ര നാൾ ജർമ്മനിയിൽ തുടരാൻ കഴിയും? ഈ ഒരു വിസയിൽ വരുന്ന ആൾക്ക് ഫാമിലിനെ കൂടെ കൂട്ടാൻ സാധിക്കുമോ? അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ച് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാമെന്ന്. അപ്പോൾ ഇന്ന് നമ്മൾ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ചാണ് കാണാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ്? ഓപ്പർച്യൂണിറ്റി കാർഡ് ഡിസൈൻ ടു അട്രാക്ട് സ്കിൽഡ് പ്രൊഫഷണൽസ് ടു ജർമ്മനി. അതായത് സ്കിൽഡ് പ്രൊഫഷണൽസിനെ ജർമ്മനിയിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് പുതിയതായിട്ട് ലോഞ്ച് ചെയ്തേക്കുന്ന ഒരു റെസിഡൻറ്റ് പെർമിറ്റാണ് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് ജർമ്മനിയിലെ ലേബർ ഷോർട്ടേജ് കുറയ്ക്കാനായിട്ടും എക്കണോമിക് ഗ്രോത്ത് കൂട്ടാനായിട്ടും സഹായിക്കും. ഓപ്പർച്യൂണിറ്റി കാർഡ് അല്ലെങ്കിൽ ചാൻസൻ കാർഡ് എന്ന് ജർമ്മനിയിൽ പറയും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ജർമ്മൻ റെസിഡൻറ്റ് പെർമിറ്റ് ആണ്. അതായത് നോൺ EU കൺട്രീസിൽ നിന്നുള്ള സ്കിൽഡ് പ്രൊഫഷണൽസിനെ ജർമ്മനിയിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ഈ 2024 ജൂൺ തൊട്ടിട്ടാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങിയത്. As a part of Skilled Workers Immigration Act, it allows skilled professionals to work and live in Germany. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കീ ഫീച്ചേഴ്സ് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ പോയിന്റ് ബേസ്ഡ് സിസ്റ്റം, അതായത് ആപ്ലിക്കൻസ് പോയിന്റ്സ് ഏൺ ചെയ്യുന്നത് അവരുടെ ക്വാളിഫിക്കേഷൻ ബേസിലാണ്. അതായത് നമ്മുടെ ക്വാളിഫിക്കേഷൻ നോക്കും, നമ്മുടെ ഏജ് നോക്കും, നമ്മുടെ എക്സ്പീരിയൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ട് നമുക്കൊരു പോയിന്റ്സ് വരും. അപ്പോൾ ഈ ഒരു പോയിന്റ് ബേസ്ഡ് സിസ്റ്റത്തെക്കുറിച്ച് ഇപ്പോൾ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെയൊക്കെയാണ് നിങ്ങൾക്ക് പോയിന്റ്സ് കിട്ടുന്നത്, അതുപോലെ ഇപ്പോൾ ഏജ് അനുസരിച്ച് നിങ്ങൾക്ക് എത്ര പോയിന്റ്സ് കിട്ടും, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച് എത്ര പോയിന്റ്സ് കിട്ടും, ഇങ്ങനെയൊക്കെ നിങ്ങൾക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ എങ്ങനെയാണ് ഈ ഒരു പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളത് വീഡിയോ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഇതിൽ ജസ്റ്റ് ഞാൻ എന്തൊക്കെ അടിസ്ഥാനത്തിലാണ് പോയിന്റ്സ് ഡിസൈഡ് ചെയ്യുന്നതെന്ന് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതായത് നിങ്ങളുടെ ഏജ്, ക്വാളിഫിക്കേഷൻ, എക്സ്പീരിയൻസ്, നിങ്ങളുടെ സ്കിൽസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് ഈ ഒരു പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇനി അടുത്ത കീ ഫീച്ചർ എന്താണെന്ന് നോക്കിയാലോ. ഈ ഒരു വിസ ഹോൾഡേഴ്സിന് 1 ഇയറോളം ജർമ്മനിയിൽ സ്റ്റേ ചെയ്തുകൊണ്ട് ജോബ് സെർച്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിനിടയ്ക്ക് അവരൊരു ജോബ് കണ്ടുപിടിച്ച് അവർക്ക് ഇവിടെ ജോബ് വിസയിലേക്ക് മാറാവുന്നതാണ്. അതുപോലെ തന്നെ ചില സർട്ടൻ കണ്ടീഷൻ്റെ അണ്ടറിൽ നമുക്ക് ഈ ഒരു 1 ഇയർ എന്നുള്ള വിസ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് 2 ഇയറിലേക്ക് ആക്കാനായിട്ടും സാധിക്കും. ഇനി നമുക്ക് തേർഡ് കീ ഫീച്ചർ എന്താണെന്ന് നോക്കാം. അതായത് ഫ്രീഡം ടു വർക്ക്. ഈ ഒരു വിസ ഹോൾഡേഴ്സിന് ഇപ്പോൾ അവരുടെ പ്രൊഫഷനിൽ തന്നെ വർക്ക് ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ അവർക്ക് അവരുടെ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട് അവർക്ക് മറ്റൊരു പ്രൊഫഷണൽ ജോബ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാനായിട്ടുള്ള പോസിബിലിറ്റി ഇവിടെയുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു നമ്മളെപ്പോഴും പറയും ക്വാളിഫൈഡ് പ്രൊഫഷണൽസ് അല്ലെങ്കിൽ സ്കിൽഡ് പ്രൊഫഷണൽസിന് ഇങ്ങോട്ട് വരാൻ സാധിക്കുമെന്ന്. അപ്പോൾ ഏതൊക്കെ പ്രൊഫഷണൽസിനാണ് അല്ലെങ്കിൽ ഏതൊക്കെ സ്കിൽഡ് വർക്കേഴ്സിനാണ് ഇങ്ങോട്ട് വരാൻ സാധിക്കുന്നത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ എനിക്ക് ഇത്രയും അധികം പ്രൊഫഷൻ എനിക്ക് കാണാതെ പഠിച്ചു വെക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് നോക്കിയാണ് പറയുന്നത് കേട്ടോ. അതായത് ഫസ്റ്റ് തന്നെ ഈ ക്വാളിഫൈഡ് പ്രൊഫഷണൽസിൻ്റെ ലിസ്റ്റിൽ ആദ്യമുള്ളത് IT ആൻഡ് ടെക്നോളജിയാണ്. അതായത് IT ഡെവലപ്പേഴ്സ്, സോഫ്റ്റ്വെയർ ഡെവലപ്പേഴ്സ്, അതുപോലെ എൻജിനീയേഴ്സ്, ഡേറ്റ സയൻറ്റിസ്റ്റ് ആൻഡ് സൈബർ സെക്യൂരിറ്റി എക്സ്പേർട്ട്. അതുപോലെ ഹെൽത്ത് കെയറിലാണെങ്കിൽ നേഴ്സുമാർ, അതുപോലെ ഡോക്ടേഴ്സ്, മെഡിക്കൽ സ്പെഷ്യലിസ്റ്റ്, ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് വിത്ത് റെക്കഗ്നൈസ്ഡ് ക്വാളിഫിക്കേഷൻ. ദെൻ എൻജിനീയേഴ്സിലാണെങ്കിൽ മെക്കാനിക്കൽ ഉണ്ട്, ഇലക്ട്രിക്കൽ ഉണ്ട്, സിവിൽ ഉണ്ട് ആൻഡ് അതർ എൻജിനീയർ ഫീൽഡ് വിത്ത് ഹൈ ഡിമാൻഡ്. അതുപോലെ സ്കിൽഡ് ട്രേഡ്, അതായത് സ്കിൽഡ് ട്രേഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രീഷ്യൻസ് ഉണ്ട്, പ്ലംബേഴ്സ് ഉണ്ട്, കാർപ്പൻറ്റേഴ്സ് ഉണ്ട്, അതർ സ്കിൽഡ് പ്രൊഫഷണൽസ്, അത് വിത്ത് റെക്കഗ്നൈസ്ഡ് ക്വാളിഫിക്കേഷൻ. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് അക്കാഡമിക് ആൻഡ് റിസർച്ചേഴ്സ് ആണ്. അതായത് സയൻറ്റിസ്റ്റ്, റിസർച്ചേഴ്സ്, അതുപോലെ ആൻഡ് അക്കാഡമിക് ഇൻ വേരിയസ് ഫീൽഡ്, സയൻസ്, ടെക്നോളജി, എൻജിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ്, ഇങ്ങനെ തുടങ്ങിയുള്ള അക്കാഡമിക് ആൻഡ് റിസർച്ചേഴ്സിനും ഇവിടെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിൽ വരാൻ സാധിക്കും. അതുപോലെ തന്നെ ബിസിനസ് ആൻഡ് ഫിനാൻസ് പ്രൊഫഷണൽസ് വിത്ത് എക്സ്പേർട്ട് ഇൻ ഫിനാൻസ് ആൻഡ് മാനേജ്മെൻറ്റ്, മാർക്കറ്റിംഗ് ആൻഡ് അതർ ബിസിനസ് റിലേറ്റഡ് ഫീൽഡ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രൊഫഷണൽസിനെല്ലാം നമുക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കാർഡിലൂടെ ജർമ്മനിയിലേക്ക് വരാനായിട്ടും ഇവിടെ ജോലി കണ്ടുപിടിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ ഇതിന് വേണ്ട ഈ ഒരു റിക്വയർമെൻറ്റ്സ് അവർ ചോദിക്കുന്നത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ, അതായത് റെക്കഗ്നൈസ്ഡ് പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ ഓർ യൂണിവേഴ്സിറ്റി ഡിഗ്രി. നമുക്ക് എന്തെങ്കിലും ഒരു പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഡിഗ്രി ഉണ്ടെങ്കിൽ നമുക്കിവിടേക്ക് വരാൻ സാധിക്കും. അതുപോലെ ലാംഗ്വേജ് സ്കിൽസ്. ഇപ്പോൾ ലാംഗ്വേജ് ആണെങ്കിൽ പ്രൊഫിഷ്യൻസി ഇൻ ജർമ്മൻ ഓർ ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് ആണെങ്കിലും ഇപ്പോൾ IELTS ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടേക്ക് വരാൻ സാധിക്കും. അല്ലെങ്കിൽ ജർമ്മൻ B2 ലെവലെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജോബ് കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ വർക്ക് എക്സ്പീരിയൻസ്, നമ്മൾ നല്ല വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രയോറിറ്റി കൂടും. പിന്നെ ഏജ്, യങ്ങർ ആപ്ലിക്കൻറ്റ് റിസീവ് മോർ പോയിൻറ്റ്സ്. അപ്പോൾ നമ്മുടെ ഏജ് അനുസരിച്ച് നമ്മൾ പറഞ്ഞല്ലോ പോയിന്റ് ബേസ്ഡ് സിസ്റ്റമാണ്. അപ്പോൾ നമ്മുടെ ഏജിന് അതിന് നല്ല പ്രാധാന്യമുണ്ട്. ഏജ് അനുസരിച്ച് നമുക്ക് പോയിൻറ്റ്സിൽ വേരിയേഷൻ ഉണ്ടാവും.
അതുപോലെ സഫീഷ്യൻറ്റ് ഓഫ് ലീവിങ് ഫണ്ട്, പ്രൂഫ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. അപ്പം നമുക്ക് ഇവിടെ താമസിക്കാനായിട്ടുള്ള ഒരു ഫണ്ട് നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളത് നമ്മൾ പ്രൂവ് ചെയ്താലേ നമുക്ക് ഇവിടേക്ക് വരാനായിട്ട് സാധിക്കത്തുള്ളൂ ഈ ഒരു വിസയിൽ. അപ്പോൾ ഇത്രയാണ് അവർ ചോദിക്കുന്ന റിക്വയർമെൻറ്റ്സ്. അതുപോലെ ഏറ്റവും അധികം വരുന്ന മറ്റൊരു ക്വസ്റ്റ്യനാണ്, ഈ ഒരു വിസ ഹോൾഡേഴ്സിന് നമ്മുടെ ഫാമിലീനെ കൂടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഫാമിലി റീയൂണിയൻ പോസിബിൾ ആകുമോ? അപ്പോൾ ഉറപ്പായിട്ടും കുറച്ച് സർട്ടൺ കണ്ടീഷൻ്റെ അണ്ടറിൽ നിങ്ങൾക്ക് ഫാമിലി റിയൂണിയൻ പോസിബിൾ ആണ്. അതായത് ഇപ്പോൾ ഇവിടേക്ക് ഫാമിലിനെ കൊണ്ടുവരുന്ന ഒരാൾക്ക്, ഇപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ നിങ്ങൾ ഇവിടെ സർവൈവ് ചെയ്യാനായിട്ടുള്ള അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു എമൗണ്ട് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കാണിച്ചിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിയെ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവരുവാണെങ്കിൽ അവരുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പാകത്തിന് നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉണ്ട് എന്ന് തെളിയിക്കണം. അപ്പോൾ മിക്കവാറും ബ്ലോക്ക് ടു ഫണ്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ നിങ്ങൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി തെളിയിക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ഒരു ഹൗസിംഗ് ഉണ്ടെന്നുള്ളത് കാണിച്ചിരിക്കണം. അതായത് ജർമ്മനിയിൽ നമുക്ക് താമസിക്കണമെന്നുണ്ടെങ്കിൽ ഒരാൾക്ക് ഇത്ര സ്ക്വയർ ഫീറ്റ് എന്ന് കണക്കാക്കിയാണ് നമ്മൾ വീടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലീനെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തർക്കും ഇത്ര സ്ക്വയർ ഫീറ്റ് എന്നുള്ളൊരു കണക്കുണ്ടാവും. അതനുസരിച്ചിട്ടുള്ള ഒരു അഡിക്വേറ്റ് ഹൗസിംഗ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളുടെ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി, ഇപ്പം നിങ്ങളുടെ പാർട്ട്ണറിന് A1 ലെവലെങ്കിലും ലാംഗ്വേജ്, മിനിമം ബേസിക് ലാംഗ്വേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വിസ ആപ്ലിക്കേഷന് കുറച്ചും കൂടെ പ്രയോറിറ്റി കൊടുക്കും. അപ്പോൾ ഇപ്പോൾ പ്രസൻ്റ്ലി നിയമപരമായിട്ട് ഇപ്പോൾ നമ്മളൊരു സ്കിൽഡ് വർക്കേഴ്സ് ആണെങ്കിൽ നമ്മുടെ സ്പൗസിന് A1 വേണ്ട എന്നാണ് പറയുന്നതെങ്കിലും പലപ്പോഴും ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ വിസ കിട്ടാതെ പോകുന്നുണ്ട്. അപ്പോൾ ഒരു ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി നിങ്ങളുടെ പാർട്ട്ണറിനും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ ആ ഒരു വിസ കിട്ടാനായിട്ടുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഹെൽത്ത് ഇൻഷുറൻസ് ആണ്. അതായത് നിങ്ങളുടെ ഫാമിലിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുന്നായിട്ട് നിങ്ങളിവിടെ വരുമ്പോൾ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ ഫാമിലി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അവർക്ക് വരുന്ന സമയത്ത് ട്രാവൽ ആൻഡ് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിരിക്കണം. ഇവിടെ വന്നതിന് ശേഷം നിങ്ങളുടെ ഇൻഷുറൻസിലേക്ക് അവരെ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഫാമിലി വിസ കിട്ടാനായിട്ടുള്ള ക്രൈറ്റീരിയാസ്. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റ് കീ ഫീച്ചേഴ്സ് എന്താണെന്ന് നോക്കിയാലോ. അതായത് നമുക്ക് ഈ ഒരു വിസയിൽ വന്നതുകൊണ്ട് എന്ത് ബെനിഫിറ്റാണുള്ളത്. അതായത് ഇത് ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ജർമ്മൻ പെർമനൻറ്റ് റെസിഡൻറ്റ് പെർമിറ്റിലേക്കുള്ളൊരു വഴിയാണ്. അതായത് ഇപ്പോൾ നിങ്ങൾ ഇവിടെ നിന്ന് ഈ ഒരു കാലയളവിനുള്ളിൽ നല്ലൊരു ജോലിയൊക്കെ കണ്ടുപിടിച്ച് നിങ്ങളിവിടെ സെറ്റിലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 33 മാസത്തിന് ശേഷം ഇവിടെ പെർമനൻറ്റ് റെസിഡൻറ്റ് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാൻ സാധിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, വെറുതെ വന്ന് നിന്നതുകൊണ്ട് അല്ലെങ്കിൽ ചുമ്മാതെ വന്ന് 1 വർഷമോ അല്ലെങ്കിൽ 2 വർഷമോ ഇവിടെ നിന്നതുകൊണ്ട് നിങ്ങൾക്ക് പെർമനൻറ്റ് റെസിഡൻറ്റ് പെർമിറ്റ് കിട്ടില്ല. നിങ്ങൾ നല്ലൊരു ജോലി കണ്ടുപിടിക്കണം. അതുപോലെ നിങ്ങൾക്ക് അഡിക്വേറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിനെ അല്ലെങ്കിൽ ഫാമിലീനെ ഇവിടെ കൊണ്ടുവന്ന് നിങ്ങൾക്ക് സേഫായിട്ടൊക്കെ നോക്കാനായിട്ടുള്ള ആ ഒരു എബിലിറ്റി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് 33 മാസത്തിന് ശേഷം ഇവിടെ പെർമനൻറ്റ് റെസിഡൻറ്റ് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഓപ്പർച്യൂണിറ്റി കാർഡിനെ കുറിച്ച് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞാനിതിൽ പറയാത്ത അല്ലെങ്കിൽ ഉൾപ്പെടുത്താത്ത ഒരേ ഒരു കാര്യം എങ്ങനെയാണ് ഈ പോയിൻ്റ് ബേസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ അതും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ടാണ്. അത് മാത്രമല്ല അതും കുറച്ചും കൂടെ വലിയൊരു ടോപ്പിക്കാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാനത് അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്കും കമൻറ്റും തരാനായിട്ട് മറന്നു പോകരുത്. കാരണം അത് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഒരു ലൈക്കും കമൻറ്റും മാത്രമാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് എന്താ പറയുന്നത് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം അത് കാണുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാനായിട്ട് ഒരു പ്രചോദനമാണ്. അതുപോലെ യൂട്യൂബ് ആയാലും അവരുടെ അൽഗോരിതം അത് റെക്കഗ്നൈസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ ആൾക്കാരിലേക്ക് നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യപ്പെടും. അപ്പം നമുക്കായാലും വിഷമമുണ്ടാവില്ല. ഓരോ ടോപ്പിക്ക് ചെയ്യുമ്പോഴും അത്രത്തോളം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്കറിയാമല്ലോ, ഫാമിലി ഉണ്ട്, കുട്ടികളുണ്ട്, ജോബുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്കൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയും കൂടെ സമയം കണ്ടെത്തി ഓരോ ടോപ്പിക്കും നമ്മൾ അത്രയധികം ഡീറ്റെയിൽ ആയിട്ട് വിവരങ്ങൾ കളക്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളത് ചെയ്ത് കഴിയുമ്പോൾ കൂടുതൽ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒരു വ്യൂ അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന പോലെ സബ്സ്ക്രൈബേഴ്സ് കയറാതെ വരുമ്പോൾ നമുക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.